Good morning students. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചർ എന്താണെന്നും ന്യൂക്ലിയസിൻ്റെ സൈസ്, മാസ് ആൻഡ് ഡെൻസിറ്റി ഈ കാര്യങ്ങളൊക്കെ പറ്റി നമ്മൾ സ്റ്റഡി ചെയ്തിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് നമുക്ക് സ്പിൻ ആംഗുലാർ മൊമെൻറ്റം. ഓക്കെ, സ്പിൻ ആംഗുലാർ മൊമെൻറ്റം, അതേപോലെ തന്നെ റിസൾട്ടൻറ്റ് ആംഗുലാർ മൊമെൻറ്റം, പിന്നെ ന്യൂക്ലിയർ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്സ്, ഈ കാര്യങ്ങളെപ്പറ്റി ഒന്ന് നോക്കാം. ആദ്യമായി സ്പിൻ ആംഗുലാർ മൊമെൻറ്റം. നമുക്കറിയാം, ഇലക്ട്രോൺസിനെ പോലെ തന്നെ ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോൺസും ന്യൂട്രോൺസും ദേ ഹാവ് ഇൻട്രിൻസിക് സ്പിൻ. അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആംഗുലാർ മൊമെൻറ്റത്തിനെ നമുക്ക് സ്പിൻ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയാം. ഇറ്റ് ഈസ് കമ്പ്യൂട്ടഡ് ആസ് S equal to S into S plus 1 root of S into S plus 1 into H cut. H cut is equal to H by 2 pi. ചില ടെക്സ്റ്റ് നോക്കുവാണെങ്കിൽ H by 2 pi എന്നേ കാണിക്കുകയുള്ളൂ. Where S is the quantum number. They are commonly known as spin. Their value is 1 by 2. അപ്പോൾ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം ഇസ് 1 by 2 ആകുമ്പോൾ എന്ത് വരും? ക്യാപിറ്റൽ S is equal to √3 by 2 H by 2 pi. Okay. So, the resultant angular momentum. We know that protons have spin angular momentum. In addition to the spin angular momentum, the protons and neutrons have orbital angular momentum too. Orbital angular momentum. Resultant angular momentum എന്തായിരിക്കും? Generally, it is the sum of the spin angular momentum and orbital angular momentum. Okay, so നമുക്ക് വേണമെങ്കിൽ റിസൾട്ടൻറ്റ് ആംഗുലാർ മൊമെൻറ്റം അല്ലെങ്കിൽ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം LN എന്ന് കാണിക്കാം ന്യൂക്ലിയസിൻ്റെ. സോ ദിസ് ഈസ് റൂട്ട് ഓഫ് LN ഇൻറ്റു LN പ്ലസ് 1 H cut അല്ലെങ്കിൽ H by 2 pi. This is the total angular momentum. It is also known as nuclear spin. Nuclear spin. ഇനി ന്യൂക്ലിയർ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്സ്. ന്യൂക്ലിയർ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്സ്. നമുക്കറിയാം, സ്പിന്നിങ് ഇലക്ട്രോണിനെ അസോസിയേറ്റ് ചെയ്ത് ഒരു മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാകും. അതിന് നിങ്ങൾക്ക് അറിയായിരിക്കും, അതിനെ നമ്മൾ ബോർ മാഗ്നെറ്റോൺ എന്നാണ് പറയുന്നത്. That is, the spinning electron has an associated magnetic dipole moment of Bohr magneton. And equation എന്ന് എഴുതാം. That is, mu B is equal to EH divided by 2 pi 2me. അല്ലെങ്കിൽ EH cut divided by 2me. We know that proton have positive charge due to its spin. So definitely it should also have magnetic dipole moment. ഇലക്ട്രോണിന് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. അതിനെ നമ്മൾ ബോർ മാഗ്നെട്രോൺ എന്ന് പറയുന്നു. അതേപോലെ തന്നെ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്. സോ അതിനെ അസോസിയേറ്റ് ചെയ്ത് ഒരു മാഗ്നറ്റിക് മൊമെൻറ്റ്, ഡൈപോൾ മാഗ്നറ്റിക് മൊമെൻറ്റും കൂടി ഉണ്ടാകും. അതിനെ നമ്മൾ μN എന്നാണ് പറയുന്നത്. μN. ഇതേപോലെ തന്നെ നമുക്ക് എഴുതാം EH cut divided by 2mp. mp നമുക്കറിയാം, it is the mass of the proton. This is the mass of the electron. പിന്നെ മാസ് ഓഫ് ദ പ്രോട്ടോണും മാസ് ഓഫ് ദ ഇലക്ട്രോണും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. എന്തായിരുന്നു അത്? me divided by
sorry, MP is equal to 1836 ME. അങ്ങനെ എഴുതാം, കുറച്ചും കൂടി നല്ലതായിരിക്കും. സോറി. ഓക്കെ, സോ മ്യൂ എന്നെ നമുക്ക് ന്യൂക്ലിയർ മാഗ്നറ്റോൺ എന്ന് പറയാം. ന്യൂക്ലിയർ മാഗ്നറ്റോൺ, ഇലക്ട്രോൺ അസോസിയേറ്റ് ചെയ്ത ഡൈപോൾ മൊമെൻറ്റിനെ ബോർ മാഗ്നറ്റോൺ ആൻഡ് ദ magnetic dipole moment associated to the proton is known as nuclear magneton. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് കണക്ട് ചെയ്തൊന്ന് എഴുതി നോക്കാം. കാരണം മ്യൂ ബി എന്ന് പറഞ്ഞത് EH കട്ട് ഡിവൈഡഡ് ബൈ 2Meയും മ്യൂ എൻ എന്ന് പറഞ്ഞത് EH കട്ട് ഡിവൈഡഡ് ബൈ 2MP ആണ്. നമുക്ക് ഇതിനൊന്ന് മോഡിഫൈ ചെയ്യാം, മ്യൂ എന്നിനെ ഒന്ന് മോഡിഫൈ ചെയ്യാം. മ്യൂ എൻ ഈസ് ഈക്വൽ ടു EH കട്ട് ഡിവൈഡഡ് ബൈ 2MP. മാസ് ഓഫ് ദ ഇലക്ട്രോൺ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, അതേപോലെ തന്നെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത് മ്യൂ ബി ആൻഡ് ME ഡിവൈഡഡ് ബൈ MP. ഓക്കെ, ദിസ് ഈസ് മ്യൂ ബി 1836 ME. Okay, so mu B divided by mu N divided by mu B is equal to 1 divided by 1836. ഇതിൽ നമുക്ക് എന്താ മനസ്സിലാക്കാം? mu B is equal to 1836 mu N. ബോർ മാഗ്നറ്റോൺ തന്നെയാണ് ന്യൂക്ലിയർ മാഗ്നറ്റോണിനേക്കാളും വലുത്, 1836 ടൈംസ് ന്യൂക്ലിയർ മാഗ്നറ്റോൺ. ഓക്കെ, ഇപ്പോൾ ഇതൊക്കെ പ്രോബ്ലംസിലൊക്കെ വരും, ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബൈൻഡിങ് എനർജീനെ പറ്റി പറയുകയുണ്ടായി. നമുക്ക് അത് ഒന്ന് ഡീറ്റെയിൽ ചെയ്യാം. അപ്പോൾ അതിനെ അസോസിയേറ്റ് ചെയ്ത് നമുക്കൊരു മാസ് ഡിഫക്റ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതായത് ഒരു ന്യൂക്ലിയസിൽ പ്രോട്ടോൺ ഉണ്ടാകും, ന്യൂട്രോൺ ഉണ്ടാകും. ഇൻഡിവിജ്വലായി അതിൻ്റെ മാസ് നമ്മൾ സമ്മപ്പ് ചെയ്യുന്ന കിട്ടുന്ന ആൻസറും എക്സ്പെരിമെൻ്റലി അതിനുള്ള യഥാർത്ഥ വാല്യൂവും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസിനെയാണ് നമ്മൾ മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം എനർജി ഡെൽറ്റ E ഈസ് ഈക്വൽ ടു mc². അപ്പോൾ ആ ഡെൽറ്റ M എന്ന് കൊടുക്കാം. അതാണ് മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഡെൽറ്റ M നമ്മൾ മാസ് ഡിഫക്റ്റ് ആണ്, അത് ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്കൊരു എനർജി കിട്ടും. ആ എനർജീനെ നമുക്ക് ബൈൻഡിങ് എനർജി എന്ന് പറയാം. ഓക്കെ, ഇനി ബൈൻഡിങ് എനർജീനെ പറ്റി ഒന്ന് നമുക്ക് ഡീറ്റെയിൽ ചെയ്യുകയാണെങ്കിൽ, അതായത് ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും കമ്പൈൻ ചെയ്ത് ഒരു ന്യൂക്ലിയസ്, അതായത് ഒരു ന്യൂക്ലിയോണാക്കി നിലനിർത്തുന്ന എനർജി എന്താണോ അതാണ് ബൈൻഡിങ് എനർജി. ഓക്കെ, that is when Z protons and neutrons, N neutrons combine to make a nucleus, we need some energy. That energy is binding energy. Okay, ഇനി അതിനെ നമുക്ക് തിരിച്ച് ഒന്നും കൂടി പറയാം. It is the energy to divide the nucleus into its constituent particles. That is energy required to divide the nucleons into protons and neutrons, or to disrupt a stable nucleus into its constituent protons and neutrons. So we need a minimum energy. That energy is known as binding energy. അതായത് ഒരു ന്യൂക്ലിയസിനെ പൊട്ടിച്ച് അതിൻ്റെ പ്രോട്ടോണാക്കി ന്യൂട്രോണാക്കി മാറ്റാനുള്ള എനർജിയും ബൈൻഡിങ് എനർജിയാണ്. അതേപോലെ തന്നെ തിരിച്ച് പറയുന്നത് പ്രോട്ടോണും ന്യൂട്രോണും കമ്പൈൻ ചെയ്ത് ഒരു ന്യൂക്ലിയസ് ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന എനർജിയും ബൈൻഡിങ് എനർജിയാണ്. ഓക്കെ, നമുക്ക് BE എന്ന് പറയാം ഷോർട്ടാക്കിയിട്ട്. സോ BE എന്ന് പറഞ്ഞത് എന്തായിരിക്കും? Z into MP, അതായത് mass of the proton into atomic number. Atomic number means number of the protons, plus N into Mn, പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും സം, മൈനസ്
capital M into C square. Okay. M എന്ന് പറയുന്നത് അതിൻ്റെ ഐസോട്ടോപ്പിക് മാസ് ആണ്. ഇനി ബൈൻഡിങ് എനർജി, ഇഫ് ബൈൻഡിങ് എനർജി ഈസ് ഗ്രേറ്റർ ദാൻ 0 വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ബൈൻഡിങ് എനർജി ലെസ് ദാൻ 0 ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇഫ് ബൈൻഡിങ് എനർജി ഈസ് ഗ്രേറ്റർ ദാൻ 0, we call this nucleus is stable. Nucleus is stable ആണ്. We need to supply the energy from outside to disrupt it into its constituents. അതായത് അഡീഷണൽ എനർജി കൊടുത്താൽ മാത്രമേ ആ ന്യൂക്ലിയസിനെ സെപ്പറേറ്റ് ചെയ്ത് പ്രോട്ടോൺസ് ന്യൂട്രോൺസ് ആക്കി മാറ്റാൻ പറ്റുള്ളൂ. They are stable. And what about binding energy less than 0? Definitely it is unstable. It will disintegrate by itself. അത് സ്വയമേ അതിൻ്റെ റേഡിയേഷൻസ് ഒക്കെ എമിറ്റ് ചെയ്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കും. അത് അൺസ്റ്റേബിൾ. അതായത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള എലമെൻറ്റ്സ് അതിന് ലൈറ്റ് എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. റേഡിയോ ആക്റ്റീവ് പ്രോസസ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ എലമെൻറ്റ്സ് ഒക്കെ ആയിരിക്കും. ഇനി നമുക്കൊരു എക്സാമ്പിൾ പോയിന്റ് ഓഫ് വ്യൂയിൽ ഒന്ന് നോക്കാം. ഒരു ഡ്യൂട്രോണിൻ്റെ നെക്സ്റ്റ് പേജ് ഒന്ന് എടുക്കാം. ഡ്യൂട്രോണിൻ്റെ ബൈൻഡിങ് എനർജി. ഡ്യൂട്രോൺ. ഓക്കെ, ആദ്യം തന്നെ മാസ് ഓഫ് പ്രോട്ടോൺ. മാസ് ഓഫ് പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ 1.007276 U. U എന്ന് പറഞ്ഞത് അറ്റോമിക് മാസ് യൂണിറ്റ് ആണ്. ഇനി മാസ് ഓഫ് ന്യൂട്രോൺ 1.008665 U. ഇനി നമുക്ക് ഇതിൻ്റെ മാസ് ഓഫ് ന്യൂട്രോൺസും മാസ് ഓഫ് ദി പ്രോട്ടോൺസും നോക്കാം. Mass of proton plus neutron. ഒന്ന് സമപ്പ് ചെയ്യാം. 0.15941 atomic unit. Next, the mass of deuteron nucleus. Actual nucleus in the മാസ് എന്ന് പറഞ്ഞത് 2.013553 യൂണിറ്റ്. ഓക്കെ, ഇൻഡിവിജ്വൽ കമ്പോണൻസ് ആഡ് ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന യൂണിറ്റ് ഇതും ജെനുവിനായിട്ട് അതിൻ്റെ മാസ് എന്ന് പറഞ്ഞത് 2.01355 U. ഇതിനൊരു ഡിഫറൻസ് ഉണ്ട്. രണ്ട് കണ്ടുപിടിച്ചിരിക്കുന്നത് ഒരേ എലമെൻറ്റിൻ്റെ മാസ്സാണ്, പക്ഷേ ഡിഫറൻസ് ഉണ്ട്. ആ ഒരു ഡിഫറൻസിനെയാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഡെൽറ്റ എം എന്ന് പറയാം. ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 0.00238 U വരും. ഇനി ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ബൈൻഡിങ് എനർജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എം ഇൻറ്റു സി സ്ക്വയർ. ദാറ്റ് ഈസ് 0.00238 ഇൻറ്റു 931 ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. 2.23 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അതായത് 1 അറ്റോമിക് യൂണിറ്റ് എന്ന് പറഞ്ഞത് 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്യാം. ഇനി അതെങ്ങനെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന് ഞാൻ ബ്രീഫ് ചെയ്ത് പറഞ്ഞുതരാം. ദാറ്റ് ഈസ് 1 അറ്റോമിക് യൂണിറ്റ് എന്ന് പറഞ്ഞത് 1.66054 10⁻⁻27 kg വരും. ഓക്കെ, ഇത് ഇലക്ട്രോൺ വോൾട്ടിലേക്കാണ്. സോ നമുക്ക് എനർജി ഒന്ന് കണ്ടുപിടിക്കാം. E is equal to mc square 1.66054 10⁻⁻27 into 3 into 10⁻⁸ സ്ക്വയർ. ഇനി ഇതിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ 1.6 10⁻⁻19 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഡെഫിനറ്റ്ലി വി വിൽ ഗെറ്റ് 931.49 mega electron volt. Okay, this is the energy equivalent to the mass unit.
ഇത് നമ്മൾ അപ്രോക്സിമേറ്റ് 931 മെഗാ ഇലക്ട്രോൺ ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ഇതൊന്ന് അറിഞ്ഞിരിക്കുക. പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ 931 വെച്ച് ജസ്റ്റ് അത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷേ ഇതെങ്ങനെയാണ് വന്നത് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ ഇനി നമുക്ക് ഈ ഒരു ഇതിലൊന്ന് അനലൈസ് ചെയ്യാം. ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞത് 2.23 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അതായത് വെൻ എ ന്യൂട്രോൺ ഈസ് ഫോംഡ്, എങ്ങനെയാണ് ന്യൂട്രോൺ ഫോം ചെയ്തിരിക്കുന്നത്? പ്രോട്ടോൺസും ന്യൂട്രോൺസും തമ്മിൽ കമ്പൈൻ ചെയ്തു. എത്രമാത്രം എനർജിയുടെ ആവശ്യം വന്നു? 2.23 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ന്യൂട്രോൺ എന്ന് പറഞ്ഞ ന്യൂക്ലിയസ് ഉണ്ടാവാൻ വേണ്ടി ഇത്രമാത്രം എനർജി യൂസ് ചെയ്തു. വേണമെങ്കിൽ തിരിച്ചു പറയാം, ഇത്രയും എനർജി യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഈ ന്യൂട്രോണിനെ ബ്രേക്ക് ചെയ്ത് പ്രോട്ടോൺ ആക്കിയും അതിൻ്റെ ന്യൂട്രോൺ ആക്കിയും മാറ്റാൻ സാധിക്കും. ഓക്കെ, ദിസ് എനർജി ഈസ് നീഡ് ടു supply from the external source, any external source, to break the neutron up to its constituent particles. Okay, അതായത് ഒന്ന് പിക്ചറിലായിട്ട് പറയുവാനാണെങ്കിൽ ന്യൂട്രോൺ, ഇത് പ്രോട്ടോൺ, ന്യൂട്രോൺ, നമ്മളതിനെ പ്രോട്ടോൺ സ്പ്ലിറ്റ് ചെയ്യുന്നു. ന്യൂട്രോൺ എത്രമാത്രം എനർജി കൊടുക്കേണ്ടി വന്നു? 2.23 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി. ഫോട്ടോൺ എഴുതാം. എനർജി ഇത്രമാത്രം കൊടുത്ത ശേഷം മാത്രമേ ഇയാൾ സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ആയിട്ട് മാറുന്നുള്ളൂ. ഓക്കെ, ഒരു പ്രോബ്ലം കൂടി നമുക്കൊന്ന് നോക്കാം. കാൽക്കുലേറ്റ് ദ ബൈൻഡിങ് എനർജി ഓഫ് ആൻ ആൽഫ പാർട്ടിക്കിൾ. ഓക്കെ, ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ 2 പ്രോട്ടോൺ ഉണ്ട്, 2 ന്യൂട്രോൺ ഉണ്ട്. സോ മാസ് ഓഫ് 2 പ്രോട്ടോൺസ് പ്ലസ് 2 ന്യൂട്രോൺസ്. ഇതിനകത്ത് പ്രോട്ടോണിൻ്റെ മാസും ന്യൂട്രോണിൻ്റെ മാസും നേരത്തെ എഴുതിയ പോലെ തന്നെ ഇതൊന്ന് പഠിച്ചിരിക്കുക. We will get 2 into 1.007276 plus 2 into 1.008665 atomic unitലാണ്. Okay, we will get 4.031882 atomic unit. ഇനി മാസ് ഡിഫക്റ്റ് കണ്ടുപിടിക്കുക. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി യഥാർത്ഥത്തിൽ മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞത് 4.001506 അറ്റോമിക് യൂണിറ്റ്. ഇതിൻ്റെ ഒരു ഡിഫറൻസ് ആണ് ഏത്? ഡെൽറ്റ എം എന്ന് പറയുന്നത്. ഞാൻ ഡെൽറ്റ എം എന്ന് കണ്ടുപിടിച്ച് ഡെൽറ്റ എം ഈസ് ഈക്വൽ ടു ഇതിന് രണ്ടിൻ്റെയും ഡിഫറൻസ്. വി വിൽ ഗെറ്റ്, ഞാൻ ആൻസർ മാത്രം ഒന്ന് എഴുതാം, 0.030376 യു. ഓക്കെ, ഇനി ബൈൻഡിങ് എനർജി എങ്ങനെ കണ്ടുപിടിക്കാം? നേരത്തെ പറഞ്ഞ പോലെ എളുപ്പമായിട്ട് കണ്ടുപിടിക്കണമെങ്കിൽ 0.0376നെ 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട്, ഇവിടെ ഒരു മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഉണ്ട്, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. 29 മെഗാ ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. ഇനി ജൂളിലേക്കാണ് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാലോ, ഡെഫിനറ്റ്ലി നമ്മളിതിനെ 1.6 10⁻⁻19 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 1.6 10⁻⁻19 വെച്ച് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ 4.532 10⁻⁻13 ജൂൾ കിട്ടും. ഓക്കെ, അതായത് ഇവിടെ ഒരു 10⁻6 ഉണ്ട്, 6ഉം 10⁻⁻19 കൊണ്ട് വരുമ്പോൾ 10⁻⁻13 വരുന്നു. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ഈ ന്യൂമറിക്കൽ വാല്യൂവിനെ ടെക്സ്റ്റ് ചിലപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കുറച്ച് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഈ ന്യൂമറിക്കൽ വാല്യൂവിനെ അവർ 1.6 10⁻⁻13 വെച്ചായിരിക്കും മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്. അത് ഈ 13 വന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഗാ ഇലക്ട്രോൺ വോൾട്ടും 10⁻⁻19 അതായത് 10⁻6ഉം 10⁻⁻19 കൂടിയുള്ള ഒരു കാൽക്കുലേഷൻ അവിടെ നടന്നതിന് ശേഷമാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഈ മെഗാ 10⁻6 മറന്നു പോകരുത്. ഓക്കെ, വി വിൽ ഗെറ്റ് 45 into 10⁻⁻13 ജൂൾ. മറ്റൊരു എക്സാമ്പിൾ കൂടി നമ്മൾ നോക്കാനാണെങ്കിൽ, സപ്പോസ്
ലിഥിയം ഐസോട്ടോപ്പ് 0.016004 തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ലിഥിയം 0.015125. ഓക്കെ, ഇനി അടുത്തത് ന്യൂട്രോണിൻ്റെയും കൂടി മാസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യും? ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ന്യൂട്രോണിൻ്റെ ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കാം. പിന്നെ നേരത്തെ പോലെ അറ്റോമിക് യൂണിറ്റിൽ എഴുതാൻ പറയും, ചിലപ്പോൾ മെഗാ ഇലക്ട്രോൺ വോൾട്ടിൽ എഴുതാൻ പറയും, ചിലപ്പോൾ ജൂളിലും എഴുതാൻ പറയും. ഇനി ഇതിൻ്റെ ബൈൻഡിങ് എനർജി ഓഫ് ന്യൂട്രോൺ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും? നമുക്കറിയാം ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് വരുന്നത്. ഓക്കെ, 6 plus we will get this one. So binding energy is equal to ഇതിൻ്റെ മാസും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ബൈൻഡിങ് എനർജി ഓഫ് ദ ന്യൂട്രോൺ ഇൻ അറ്റോമിക് യൂണിറ്റ്. Binding energy of a neutron in atomic unit. അതിന് ഞാൻ U എന്ന് എഴുതിയിട്ടുണ്ട്. That is mass of lithium 6 neutron 1 minus mass of 3 7. We will get 6.015125 plus 1.008665 minus 7.016004. 0.007786 U. ഇനി ഇത് മെഗാ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാനാണെങ്കിൽ 931 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി ജൂളിലേക്കാണ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 1.6 10⁻⁻19 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. മെഗായുടെ ഇത് മറന്നു പോകരുത്. ഇൻ എഫക്റ്റ് 1.6 10⁻⁻13 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സോ വി വിൽ ഗെറ്റ് ദ റിസൾട്ട്സ് ഇൻ ജൂൾ. ഓക്കെ, ഇനി നമുക്ക് ന്യൂക്ലിയസിൻ്റെ സ്റ്റെബിലിറ്റിനെ കുറിച്ചും കൂടി ഒന്ന് സ്റ്റഡി ചെയ്യാം. ന്യൂക്ലിയസിൻ്റെ സ്റ്റെബിലിറ്റിയും അതേപോലെ തന്നെ ബൈൻഡിങ് എനർജിയും തമ്മിലുള്ള റിലേഷൻ. സോ binding energy per nucleon ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണും ന്യൂട്രോണും തമ്മിലുള്ള ജോയിൻ്റ് ആയിട്ടാണ് നമ്മൾ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത്. ആ ഒരു ന്യൂക്ലിയോണിൻ്റെ ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ന്യൂക്ലിയസിന് എത്രമാത്രം ബൈൻഡിങ് എനർജി ഉണ്ട്? ദാറ്റ് ഈസ് ടോട്ടൽ ബൈൻഡിങ് എനർജി ഓഫ് എ ന്യൂക്ലിയസ് divided by number of nucleons it contains. ഒരു ന്യൂക്ലിയസിൻ്റെ അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയോണിൻ്റെ ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ ബൈൻഡിങ് എനർജീനെ ആ ന്യൂക്ലിയസിൽ എത്രമാത്രം ന്യൂക്ലിയോൺസ് ഉണ്ട് അത് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയോണിൻ്റെ ബൈൻഡിങ് എനർജി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇഫ് യു പ്ലോട്ട് ദ ബൈൻഡിങ് എനർജി ആസ് ദ ഫങ്ഷൻ ഓഫ് ദ മാസ് നമ്പർ. എങ്ങനെയാണെന്ന് നോക്കാം. മാസ് നമ്പർ, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ, അത് മെഗാ ഇലക്ട്രോൺ വോൾട്ടിലാണ്. ഓക്കെ, 40, 80, 120, 160, 200, 240. ഇവിടെ നമുക്ക് 2, 4, 6, 8. ഗ്രാഫ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ദ കർവ് റൈസസ് സ്റ്റീപ്ലി അറ്റ് ഫസ്റ്റ്. ആദ്യത്തെ കേസിൽ ഇത് സ്റ്റീപ്പായിട്ട് അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ആദ്യത്തെ കേസിൽ സ്റ്റീപ്പായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ഇവിടെ കുറച്ച് വേരിയേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു പർട്ടിക്കുലർ മാസ് നമ്പർ ഒരു 56 ഒക്കെ ആകുമ്പോൾ ഇത് അതിൻ്റെ ടോപ്പിലെത്തും. 8.76 ഒരു 8.76 ഒരു ടോപ്പിലെത്തുന്നു. പിന്നെ അത് ഗ്രാജുവലി റെഡ്യൂസ് ചെയ്ത് ഇവിടെ വരെ എത്തും. ഓൾമോസ്റ്റ് ഒരു
7.6 മെഗാ ഇലക്ട്രോൺ വോൾട്ട് വരെ. അതായത് ടോപ്പ് വാല്യൂ എന്ന് പറയുന്നത് 8.76 മെഗാ ഇലക്ട്രോൺ വോൾട്ടും, അതായത് അതിൻ്റെ വൈ ആക്സിസ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ചെന്നെത്തുന്നത് 7.6 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. 8.76 അല്ല 79 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അത് കറസ്പോണ്ടിങ് ഒരു 56-ലാണുള്ളത്. 56 എന്ന് പറയുമ്പോൾ അത് ഒരു അയൺ ന്യൂക്ലിയസ്. ഓക്കെ, അയൺ ന്യൂക്ലിയസ് Fe 5626. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? ഇവിടുത്തെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൺ, അതായത് ഒരു ന്യൂക്ലിയോണിൻ്റെ ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് 8.79ഉം ഇവിടെ ചെന്നെത്തുന്നത് 7.9 മെഗാ ഇലക്ട്രോൺ വോൾട്ടിലാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ആൾക്കാർക്ക് ബൈൻഡിങ് എനർജി കൂടുതലാണ്. ഒരു ന്യൂക്ലിയസ്, അതായത് ഒരു ന്യൂക്ലിയസ് എന്നല്ല, ഒരു ന്യൂക്ലിയോണിൻ്റെ ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞത് ഹൈ ആണ്. സോ ഈ ഇടയിൽ കിടക്കുന്ന ആൾക്കാർ സ്വാഭാവികമായും ദേ ആർ മോർ സ്റ്റേബിൾ. അതായത് ബൈൻഡിങ് എനർജി കൂടുതലാണ് എന്ന് പറയുമ്പോൾ എന്താണ് മീൻ ചെയ്യുന്നത്? വി നീഡ് ഗ്രേറ്റസ്റ്റ് എമൗണ്ട് ഓഫ് എനർജി that must be supplied to liberate these nucleons. അതായത് കൂടുതൽ എനർജി കൊടുത്താൽ മാത്രമേ, എക്സസ് എമൗണ്ട് ഓഫ് എനർജി കൊടുത്താൽ മാത്രമേ ഈ ന്യൂക്ലിയോൺസിനെ സെപ്പറേറ്റ് ചെയ്ത് ഇൻഡിവിജ്വൽ കമ്പോണൻസ് ആക്കി മാറ്റാൻ പറ്റുള്ളൂ. സോ ദേ ആർ സ്റ്റേബിൾ. ഈ ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷൻ എന്ന് പറഞ്ഞത് ഇത് തന്നെയാണ്. നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതിനെ, അതായത് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതിനെ ഫിഷൻ എന്നും കമ്പൈൻ ചെയ്ത് അതായത് ഒരു സോഴ്സ് ആക്കി മാറ്റുന്നതിന്, സോ അതിന് നമ്മൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നും പറയും. ഇൻഡിവിജ്വൽ കമ്പോണൻസിനെ കമ്പൈൻ ചെയ്ത് ഒരു ന്യൂക്ലിയോൺ ആക്കി മാറ്റുന്നതിന് ആ ഒരു പ്രോസസ്സിന് അത് ഫ്യൂഷൻ പ്രോസസ്സും ലിബറേറ്റ് ചെയ്യുന്നതിനെ ഫിഷൻ പ്രോസസ്സും എന്ന് പറയും. സോ വി നീഡ് ഇൻ എനി വേ വി നീഡ് ഗ്രേറ്റസ്റ്റ് എമൗണ്ട് ഓഫ് എനർജി. സോ ദേ ആർ സ്റ്റേബിൾ. ഇനി ഇതിൻ്റെ ഒരു സ്റ്റഡീസ് കുറച്ചും കൂടി നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. സപ്പോസ് ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്, ന്യൂട്രോണിൻ്റെ നമ്പറും അതേപോലെ തന്നെ പ്രോട്ടോണിൻ്റെ നമ്പറും വെച്ചൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഇതിന് ഞങ്ങൾക്ക് ഇസഡ് എന്ന് കൊടുക്കാം. പ്രോട്ടോണിൻ്റെ നമ്പർ എക്സ് ആക്സിസ് കൊടുത്തു, ന്യൂട്രോണിൻ്റെ നമ്പറിനെ വൈ ആക്സിസിൽ കൊടുത്തു. 20, 40, 60, 80. അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും കൊടുക്കാം 40, 60, 80. ഇനിയിപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ നോക്കുക, ഇപ്പോൾ ന്യൂട്രോണും പ്രോട്ടോണിൻ്റെയും നമ്പർ സെയിം ആണെങ്കിൽ ഗ്രാഫ് എങ്ങനെ വരും? ജസ്റ്റ് എ സ്ട്രെയിറ്റ് ലൈൻ, ക്യാപിറ്റൽ എൻ എന്ന് കൊടുക്കാം. n ഈക്വൽ ടു ഇസഡ് എന്ന് പറയുന്നത് ഇതൊരു റെഫറൻസ് ലൈനാണ്, ഗ്രാഫല്ല. ഓക്കെ, അപ്പോൾ n ഈക്വൽ ടു ഇസഡ് ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് വരും. ഇനി ജെന്യൂനായിട്ട് n ഈക്വൽ ടു ഇസഡിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ആദ്യത്തെ കേസിലൊക്കെ സ്ട്രെയിറ്റ് ലൈനായിട്ട് പോകുന്നു. പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു ഡീവിയേഷൻ കാണിക്കും. ദിസ് ഈസ് ദ, നമുക്ക് ഈ കക്ഷീനെ സ്റ്റെബിലിറ്റി കർവ് എന്ന് പറയാം. സ്റ്റെബിലിറ്റി കർവ്. നമ്മളിവിടെ നിന്നൊരു ടാൻജൻറ്റ് വരച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിലായിരിക്കും സ്റ്റേബിൾ എലമെൻറ്റ്സ് ഉണ്ടാകുന്നത്. റീജിയൻ ഓഫ് സ്റ്റേബിൾ എലമെൻറ്റ്സ്. ഓക്കെ, ഇതിനെപ്പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ ആദ്യത്തെ എലമെൻറ്റ്സ് ഇതേ ലൈനിൽ തന്നെ വരുന്നു. എന്തുകൊണ്ടാണ് ഇതേ ലൈനിൽ തന്നെ വരുന്നത്? അതിൻ്റെ അകത്ത്, അതായത് പീരിയോഡിക് ടേബിൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, അങ്ങനെ ഒരു നിയോൺ വരെ. ഹൈഡ്രജൻ വിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർക്കെല്ലാം ന്യൂട്രോണും പ്രോട്ടോണിൻ്റെയും നമ്പർ സെയിം ആണ്. സോ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. പിന്നെ ഈ ഒരു റെഫറൻസ് ലൈനിൽ നിന്നുള്ള ഒരു ഡീവിയേഷനും കാണിക്കുന്നുണ്ട്. അതായത് നമ്പർ ഓഫ് ന്യൂട്രോൺസ് കൂടി വരുന്നുണ്ട്. പിന്നെ ഇതിന് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കൂടി പറയാൻ, ഒരു ന്യൂക്ലിയസിൽ പ്രോട്ടോൺസ് ഉണ്ടാകും, ന്യൂട്രോൺസ് ഉണ്ടാകും. പ്രോട്ടോൺസും ന്യൂട്രോൺസും തമ്മിൽ ന്യൂക്ലിയോൺസ് ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പ്രോട്ടോൺസും മറ്റ് പ്രോട്ടോണും തമ്മിൽ ഒരു റിപ്പൾസീവ് ഇൻട്രാക്ഷൻ ഉണ്ടാകും.
ഇപ്പം ഇസഡ് കൂടുകയാണ് എന്ന് വിചാരിക്കുക. ഫോർ ലാർജ് വാല്യൂ ഓഫ് ഇസഡ്, അവിടെ സ്വാഭാവികമായും പ്രോട്ടോൺസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. So definitely the Coulomb electrostatic repulsion becomes important in that cases for the case of the large values of Z. അപ്പോൾ നമുക്ക് അതിനെങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാൻ സാധിക്കും? അതായത് ആ റിപ്പൾസീവ് ഇൻട്രാക്ഷൻ കൂടുതലായിരിക്കും, അതെങ്ങനെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ സാധിക്കും? So there must be number of neutrons must be greater to compensate this repulsive effect. അപ്പോൾ ഇവിടെ ഒരു 40ക്ക് അതിനേക്കാൾ കൂടുതൽ ന്യൂട്രോൺ നമ്പർ ഉണ്ടാകും. 60 അറ്റോമിക് നമ്പറുള്ള ഒരു എലമെൻറ്റിന് 60നേക്കാളും കൂടുതൽ ന്യൂട്രോൺ നമ്പർ ഉണ്ടാകും. ദിസ് ഇസ് ടു കോമ്പൻസേറ്റ് ദ റിപ്പൾസീവ് എഫക്റ്റ് ഓഫ് ദി Coulomb electrostatic repulsion between the protons in the nucleus. Okay. ഇനി നമ്മൾ ഇതിനൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈവൻ കോമ്പിനേഷനുള്ള ന്യൂക്ലിയസ്, അതായത് പ്രോട്ടോണിൻ്റെ നമ്പർ ഈവൻ, അതേപോലെ തന്നെ ഇത് ന്യൂട്രോണിൻ്റെ നമ്പറും ഈവൻ ആണെങ്കിൽ ആ ന്യൂക്ലിയസ് സ്റ്റേബിൾ ആയിരിക്കും. ഈ ന്യൂക്ലിയസ് സ്റ്റേബിൾ ആയിരിക്കും. അതായത് നമുക്കറിയാവുന്ന സ്റ്റേബിൾ എലമെൻറ്റ്സ് എല്ലാം ഈ ഒരു ലൈനിലാണ് കിടക്കുന്നത്. ദേ ആർ സ്റ്റേബിൾ എലമെൻറ്റ്സ്. ഇനി സ്റ്റേബിൾ ആയിട്ടുള്ള മറ്റൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞത് ഈവനും ഉണ്ട്, ഓഡ്, അതേപോലെ തന്നെ ഓഡ് ഈവൻ കോമ്പിനേഷൻ. ദേ ആർ സ്റ്റേബിൾ. അതേപോലെ തന്നെ ഓഡ് കോമ്പിനേഷൻ, ദേ ആർ ഓൾസോ സ്റ്റേബിൾ. ഈ ഒരു ലൈനിലുള്ള സ്റ്റേബിൾ എലമെൻസിനെ പറ്റിയുള്ള സ്റ്റഡീസ് നടത്തിയപ്പോൾ അതിനകത്തുള്ള കോമ്പിനേഷനുള്ള, അതായത് ഇത്രമാത്രം കോമ്പിനേഷൻസ് ഉള്ള ന്യൂക്ലിയസ് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അത് എന്തുമാത്രം ഉണ്ടെന്ന് കാണിക്കാം. ഈവൻ കോമ്പിനേഷനുള്ള ന്യൂക്ലിയസ് എന്ന് പറയുന്നത് 160 ഉണ്ട്. ഓക്കെ. ഇനി ഓഡ് ഈവൻ തമ്മിലുള്ള കോമ്പിനേഷൻസ് ഒക്കെ ഏതാണ്ട് ഒരേ റേഞ്ചിലാണ്, 56 ആൻഡ് 52. ഇനി ഓഡ് കോമ്പിനേഷനുള്ള ന്യൂക്ലിയസ് എന്ന് പറഞ്ഞത് ഓൺലി 4. അതായത് ഈ ഭാഗത്തുള്ള ന്യൂക്ലിയസിനെ പറ്റി സ്റ്റഡി ചെയ്തപ്പോൾ അതിനകത്തുള്ള പല കോമ്പിനേഷൻസ് ആണ് കൂടുതലുള്ളത്. ഏതായിരുന്നു? ഈവൻ കോമ്പിനേഷൻസ് ആണ് കൂടുതൽ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ടോട്ടൽ ഒരു 272. ഓക്കെ. അപ്പം നമുക്ക് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ നോക്കി, അതേപോലെ തന്നെ ബൈൻഡിങ് എനർജി, ന്യൂക്ലിയർ സ്റ്റെബിലിറ്റി എന്താണെന്നും മനസ്സിലാക്കി. ഇനി അടുത്ത വീഡിയോയിൽ പാക്കിംഗ് ഫ്രാക്ഷനും അതേപോലെ തന്നെ ന്യൂക്ലിയർ ഫോഴ്സസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം.